ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഇതാ നമ്മൾ പുതിയ ക്ലാസ്സിലേക്ക് പഠനം ആരംഭിച്ച് തുടങ്ങി. കുറേ ടെൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഈ ടെൻഷൻസ് ഒക്കെ മാറ്റി ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പഠന സംബന്ധമായി ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മുടെ വിവിധ ബാച്ചുകൾ ഉള്ളത്. 8ാം ക്ലാസ്സുകാർക്ക് യോദ്ധ ബാച്ച് ഉണ്ട്, 9ാം ക്ലാസ്സുകാർക്ക് നീഞ്ച ബാച്ച് ഉണ്ട്, നമ്മുടെ 10ാം ക്ലാസ്സുകാർക്ക് അസ്ത്ര ബാച്ച് ഉണ്ട്. പക്ഷെ കുറേ കുട്ടികൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും കുറേ ഡൗട്ടുകൾ ഉണ്ട് അല്ലേ, ഈ ആപ്പ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. എങ്ങനെയാണ് ക്ലാസ് എടുത്ത് കാണേണ്ടത്, എങ്ങനെയാണ് ഡൗട്ട് സെഷൻസ് വരുമ്പോൾ അതെങ്ങനെ ക്ലിയർ ചെയ്യും, ഇനി അതിന് കഴിയുമ്പോൾ തന്നെ ആ ക്ലാസ്സുമായി റിലേറ്റ് ചെയ്ത് നോട്ട്സ് എങ്ങനെ കിട്ടും, അങ്ങനെ പല ഡൗട്ട്സുകളും നമ്മുടെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത എല്ലാ മക്കളും, ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പം നിങ്ങളുടെ എല്ലാ ഡൗട്ടിനുമുള്ള സൊല്യൂഷനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു സൈലം ലേണിംഗ് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാത്തവർ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്കുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതാണ് ആദ്യം മിസ് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ഐഫോൺ ഉള്ളവർക്ക് ആപ്പ് സ്റ്റോറിലും നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഉണ്ടാകും. അത് സെർച്ച് ചെയ്ത് നേരെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞവർക്കാണെങ്കിൽ ഈ ഒരു നമ്പർ വെച്ച് നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ തന്നെ OTP വരും. ആ OTP നമ്മൾ അടിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആപ്പ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇന്റർഫേസ് വരും. ഇതിൽ നിങ്ങൾ ഏതാണോ ബാച്ച് ഉള്ളത് അത് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നീഞ്ചയുടെ ലൈവ് നമുക്ക് നോക്കാം. നമ്മൾ നീഞ്ച ബാച്ച് സെർച്ച് ചെയ്യുന്നു. നീഞ്ചയിൽ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ നീഞ്ച, നിങ്ങൾ സ്റ്റേറ്റ്സ് കുട്ടികളാകുമ്പോൾ നീഞ്ച സ്റ്റേറ്റ് ആണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ നീഞ്ച സ്റ്റേറ്റ് വരും. അതിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഓൾ ക്ലാസ്സസ് കൊടുത്താൽ അതിലും എല്ലാ സബ്ജക്റ്റും ഓപ്പൺ ആയി വരും. ആ ഓരോ സബ്ജക്റ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതാ നിങ്ങൾക്ക് പാർട്ട് 1 ബേസിക്സ് കിട്ടും. ഇനി ഓരോ സ്ലൈഡ് എടുത്തു കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് നോട്ട്സ് കാണണമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ കണ്ട ആ ക്ലാസ്സിൻ്റെ തന്നെ ഇപ്പുറത്തായിട്ട് ഇവിടെ കണ്ടോ നോട്ട്സ് എന്ന സെഷൻ കാണാം. അതിൽ തന്നെ പാർട്ട് 1ൻ്റെ എല്ലാ നോട്ട്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 എന്നും പറഞ്ഞ് എല്ലാ സ്ലൈഡ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഓരോ DPPs അതിൻ്റെ ഒക്കെ ഇനി ഓരോ ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ നോട്ട്സുകളും DPPസിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മക്കളെ, ഇനി നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് വന്നു അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും പറ്റും. അതെങ്ങനെയാണെന്ന് മിസ് പറഞ്ഞു തരാം. ഇവിടെ സൈഡിലായിട്ട് 3 ഡൗട്ട്സ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ ഡൗട്ട്സ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതാ എല്ലാ സ്ലൈഡ്സും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഏത് സ്ലൈഡ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് ചോദിക്കാനുള്ളത് അവിടെ തന്നെ നിങ്ങൾക്ക് ആസ്ക് ഡൗട്ട് ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ആസ്ക് ഡൗട്ടിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡൗട്ട് നിങ്ങൾ ചോദിച്ചു, അത് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് അത് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ റിപ്ലൈ മെസ്സേജ് അവിടെ നിങ്ങൾക്ക് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പം ബാക്കിയുള്ള നോട്ട്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് PDF ഈ ഒരു നോട്ട് സെഷനിൽ അവൈലബിൾ ആണ്. ഇനി ഓരോ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും ഓരോ പാർട്ടിൻ്റെ നോട്ട്സും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇങ്ങനെയാണ് നിങ്ങൾ ഏത് ബാച്ചിലെ കുട്ടിയാണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും അത് റിലേറ്റ് ചെയ്ത ഡൗട്ട് ചോദിക്കുന്നതും നോട്ട്സ് അവൈലബിൾ ആവുന്നതും. സോ ഇത്തരത്തിലുള്ള ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിക്കൊണ്ടാണ് നമ്മുടെ ബാച്ചസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാം. അടിപൊളിയായിട്ട് ഇനിയും എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ സമയത്ത് ചോദിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ഡൗട്ട് സെഷനിലൂടെയും ചോദിക്കാവുന്നതാണ്. സോ നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരവുമായിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് ഉണ്ട്. സോ അടിപൊളിയായിട്ട് ഈ ഒരു വർഷം നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണം. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്.